Hi, welcome back to our channel Chimini Vlog. So, ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. എൻ്റെ പിറന്നാളാണ്. നമ്മൾ യൂഷ്വലി ബർത്ത് ഡേറ്റ് ആണ് ആഘോഷിക്കുക. പക്ഷേ ഇന്ന് ഇപ്പോൾ കറങ്ങി തിരിഞ്ഞ് എനിക്കൊരു ബർത്ത് ഡേ അതായത് പിറന്നാളിന് എനിക്ക് ബ്രേക്ക് കിട്ടി. ഇന്ന് ആക്ച്വലി ഷൂട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്കും പ്ലാൻ മാറി നമുക്കിന്ന് ബ്രേക്കായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഇന്നലെ രാത്രി തന്നെ പെട്ടിയും കിടക്കി എടുത്ത് നമ്മൾ ചിനൂസിനടുത്ത് എത്തി. ട്രിവാൻഡ്രം ആയതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. യൂഷ്വലി എൻ്റെ എല്ലാ ബർത്ത്ഡേസിനും അച്ഛനമ്മ ചിനൂസൊക്കെ കൂടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തവണ അത് ബർത്ത്ഡേയുടെ അന്ന് നമുക്ക് മിസ്സാകുമെന്ന് വിചാരിച്ചിരിക്കുന്നത്, കാരണം അതൊരു വർക്കിംഗ് ഡേ ആണ്. ഇതുവരെയുള്ള എല്ലാ ബർത്ത്ഡേസിനും ഇവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്യണം, ഇങ്ങനെയൊക്കെ കുറച്ച് നിർബന്ധങ്ങളുള്ള ആളാണ്. ചിലവർക്ക് ഇങ്ങനെ ഇതിലൊന്നും കൺസേൺ ഉണ്ടാവില്ല, കേക്ക് കട്ട് ചെയ്യണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ആയിരിക്കാം, എനിക്കറിയില്ല. പക്ഷെ എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെപ്പോഴും ബർത്ത്ഡേസിന് അന്ന് എനിക്ക് എൻ്റെ കൂടെ ഉണ്ടാവണം, എനിക്ക് കേക്ക് കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹങ്ങളുള്ള ആളാണ്. അപ്പം ഇത്തവണത്തെ ബർത്ത്ഡേയുടെ അങ്ങനെ നടക്കുമോ എന്നറിയില്ല, കാരണം എനിക്കും ഷൂട്ട് ടൈമാണ്. ഞാൻ ആ സമയത്ത് പാലായിലായിരിക്കുമോ തൃശ്ശൂരായിരിക്കുമോ ട്രിവാൻഡ്രം ആയിരിക്കും എന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യ. പിന്നെ ചിനൂസിനും ലീവ് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ആക്ച്വലി നമ്മൾ ആദ്യം പിറന്നാൾ ആഘോഷിക്കാം എന്നൊക്കെ വിചാരിച്ചു. ഷൂട്ട് കഴിഞ്ഞ് രാത്രി വന്നിട്ട് രാത്രി നമുക്ക് ചിനൂസിൻ്റെ അടുത്ത് അടിച്ചു പൊളിക്കാം എന്നൊക്കെ ആയിരുന്നു പ്ലാന്. പക്ഷെ എന്തൊക്കെയോ കാരണം കൊണ്ട് ഇന്ന് എനിക്കൊരു ബ്രേക്ക് ആയപ്പം സത്യം പറഞ്ഞാൽ അതൊരു സന്തോഷമാണ്. പിറന്നാളായിട്ട് എനിക്ക് ചിന്നൂസിൻ്റെ കൂടെയൊക്കെ ഇരിക്കാൻ പറ്റുന്നതിൽ വലിയ സന്തോഷമാണ്. പക്ഷെ അത് തലേന്ന് പറഞ്ഞുകൊണ്ട് ചിന്നൂസിനും ലീവ് കിട്ടാൻ കുറച്ച് പാടുണ്ട്, നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് വന്നതായതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ചെറിയ രീതിയിൽ എന്നാൽ പിറന്നാൾ ആഘോഷിക്കാം, കാരണം ബർത്ത് ഡേറ്റിന് അന്ന് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാൻ പറ്റുമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പിറന്നാൾ ഇവിടെ ആഘോഷിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അച്ഛയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഞാനും അമ്മയും ചിന്നൂസും ഉണ്ടാവും. അപ്പം അമ്മ ചെറിയ രീതിയിൽ സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ വെച്ചിട്ടുള്ള ചെറിയ സദ്യ. അതുകൊണ്ട് രാത്രി ആയതുകൊണ്ട് നമുക്ക് വാഴയില മറ്റേ ഇൻസ്റ്റാമാർട്ട് വഴിയൊന്നും ഓർഡർ ചെയ്തെടുക്കാനും പറ്റിയില്ല, വാഴയിലൊന്നും കിട്ടിയില്ല. അപ്പോൾ നമുക്ക് പ്ലേറ്റിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാനായി. സദ്യ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വാഴയിലൊക്കെ കഴിക്കണം എന്നാണല്ലോ ഒരു വെപ്പ്. പക്ഷേ വാഴയിലൊന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മളുള്ളത് വെച്ചിട്ടൊരു സദ്യയും പിന്നെ പായസവും അങ്ങനെയൊക്കെ ഉണ്ടാക്കാം എന്നൊക്കെ വെച്ചു. അതായത് ഒരു പിറന്നാൾ വൈബാക്കി എടുക്കാമെന്ന്. പക്ഷേ ഇന്നലെ ഷൂട്ട് കഴിഞ്ഞ് വന്നുകൊണ്ട് ലേറ്റ് ആയതുകൊണ്ട് ഞാൻ രാവിലെ എണീറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഈ അമ്പലത്തിൽ പോക്ക് നടന്നില്ല. പക്ഷെ സാരമില്ല, എനിക്ക് വേണ്ടി കാത്തുമ്മ അവിടെ പാലയിൽ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ ഞങ്ങൾ രാവിലെ എണീറ്റതേ ഉള്ളൂ. എണീറ്റ ഉടനെ ചിന്നൂസ് ജോലിക്ക് പോയി. അപ്പോൾ അവൾ പെട്ടെന്ന് വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയിരിക്കണം. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. വിജു അമ്മ അപ്പം തന്നെ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. ഞാൻ അമ്മയെ സ്നേഹം കൂടുമ്പോൾ വിജു എന്നാണ് വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് ചിലർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ വിളിക്കണമെന്നൊന്നും വിചാരിക്കേണ്ട. ഞാൻ സ്നേഹം കൂടുമ്പോൾ അമ്മേനെ വിജു എന്ന് വിളിക്കും. അപ്പോൾ അമ്മ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്ന് പെട്ടെന്ന് കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി എന്തൊക്കെയാണ് പരിപാടിയെന്ന് കാണിക്കാം. അപ്പം ഞാൻ എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ടിരിക്കാനുണ്ടോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് കുറേ നല്ല തട്ടലും മുട്ടലും ഒക്കെ കേൾക്കാം. അപ്പോൾ അവിടെ അമ്മ എന്തൊക്കെയോ സ്പെഷ്യൽ ഉണ്ടാക്കുന്നുണ്ട്, അങ്ങോട്ട് പോവാം. ചുണ്ട് തോരെ നമ്മൾ ഇന്നലെ രാത്രി ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്ത് പോവാം. അങ്ങനെ രാത്രിയിൽ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പാണിത്. നമ്മൾ ആക്ച്വലി ഡേറ്റിനാണ് കേക്ക് കട്ട് ചെയ്യുക. അപ്പോൾ ഡേറ്റിന് ഇവരാരും ഇല്ലാത്തതുകൊണ്ട് നാളിന് കറക്റ്റ് സമയത്ത് എനിക്ക് ചിന്നൂസിൻ്റെ അടുത്ത് എത്താനും പറ്റിയത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് ചെറുതായിട്ട് പിറന്നാൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എല്ലാവരും കാണിച്ചിട്ട് ഞാൻ തന്നെ ആദ്യം കഴിച്ചു. കാരണം അവർ വീഡിയോ എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് എനിക്ക് അവരുടെ അടുത്ത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഫസ്റ്റ് ബൈറ്റ് എടുത്തു കേട്ടോ. പിന്നെ എത്താൻ പറ്റാത്ത എൻ്റെ കുറേ ഫേവറേറ്റ്സ് വീഡിയോ കോളിൽ കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം കേക്ക് കട്ടിങ്ങിനൊക്കെ വീഡിയോ കോളിൽ നമ്മളിങ്ങനെ ചാരി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. രാത്രി തന്നെ കേക്ക് കട്ട് ചെയ്തു, മധുരമൊക്കെ കഴിച്ച് സന്തോഷത്തിൽ നമ്മൾ വീഡിയോ കോളൊക്കെ വെച്ചിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുത്തു. അതായിരുന്നു രാത്രിയിലത്തെ ചെറിയൊരു സന്തോഷം. പിന്നെ നമ്മൾ സ്വിഗ്ഗിയിൽ പായസം ഓർഡർ ചെയ്തു കേട്ടോ. കാരണം എല്ലാം കൂടെ അമ്മ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുപോലെ നമുക്ക് ഇത്തിരി മതിയല്ലോ, 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പായസം നമ്മൾ സ്വിഗ്ഗി ചെയ്തു. പായസവും ബോളിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രിവാൻഡ്രം സൈഡിലേക്കുള്ളൊരു സ്പെഷ്യൽ സംഭവമാണ് ബോളി. നമുക്ക് പാലയിലൊന്നും കിട്ടാനില്ല, കാരണം വിഷുവിൻ്റെ സമയത്ത് നമ്മൾ സദ്യ ഉണ്ടാക്കിയപ്പം ഈ ബോളിക്ക് വേണ്ടി കുറേ ബേക്കേഴ്സ് നമ്മളിങ്ങനെ കയറി ഇറങ്ങിയായിരുന്നു. പക്ഷെ അവിടെ ഒന്നും കിട്ടിയില്ല. അപ്പം ട്രിവാൻഡ്രത്ത് വരുമ്പോഴാണല്ലോ ഈ പായസം ബോളി മിക്സ് കോമ്പിനേഷനൊക്കെ ഭയങ്കര ട്രെൻഡ്. അപ്പം ബോളി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പായസം ബോളിയും സ്വിഗ്ഗി ചെയ്തത് കിട്ടി. പാൽപ്പായസം, ബോളി, നല്ല മണമുണ്ട് കേട്ടോ. മണത്തിൽ ഞാൻ പിന്നെ ഉപ്പേരിയുടെ ഒരു പാക്കറ്റ്. പിന്നെ ബാക്കി സദ്യയുടെയും കൂടെ ഒക്കെ ആയിട്ട് ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് വരാം കേട്ടോ.
ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആയത് അമ്മ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചും കൂടെ അടുപ്പത്തുണ്ട്. അപ്പം അതും കൂടി ഇങ്ങോട്ട് ആയി കഴിയുമ്പോൾ ഫുള്ളായിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. സോ എല്ലാ ഫുഡും നമുക്ക് ചെറിയ സദ്യകളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാം ഒഴിച്ച് ബാക്കിയെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ചോറ്, സാമ്പാർ, മോരുകറി, അവിയൽ, തോരൻ, മെഴുക്കുവരട്ടി, കോവയ്ക്കയും പാവയ്ക്കയും, ചമ്മന്തി സദ്യയിലില്ല എന്നാലും ഇരിക്കട്ടെ, ഞങ്ങളുടെ ഫേവറേറ്റ് ആയതുകൊണ്ട് ചമ്മന്തി, അച്ചാറ്, ഇഞ്ചിത്തേരുണ്ട്, എൻ്റെ പപ്പടം താഴെയിട്ടു, പപ്പടം, ഉപ്പേരി, പിന്നെ ഇതിനകത്ത് നമ്മുടെ പായസവും ബോളിയുണ്ട്. അപ്പൊ ഇത്രയും സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ വയറ് നിറച്ച് ഫുഡ് കഴിക്കട്ടെ. ചിന്നൂസ് കണ്ടേ. എല്ലാരും ചോദിക്കുന്നത് എന്താ കുഞ്ഞി സ്പൂണാണ്. ആക്ച്വലി ഞങ്ങൾക്ക് ഈ കുഞ്ഞി സ്പൂണേ പറ്റത്തില്ല. അതെ, വലിയ സ്പൂൺ നമുക്ക് പറ്റൂല. ചിരിക്ക് ബിജു. സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെയുണ്ട് ബിജു? ഇഷ്ടായ? അമ്മക്ക് ഇഷ്ടമുള്ള അമ്മ ഉണ്ടാക്കിയത്. എല്ലാവരും ഇഷ്ടം നോക്കിയത്. എല്ലാവരുടെയും ഇഷ്ടമുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. എൻ്റെ പിറന്നാൾ സദ്യ നമ്മൾ മറ്റേ വെള്ള റൈസ് ആട്ടോ കൂടുതൽ യൂസ് ചെയ്യുക. കാരണം ഇവിടെ എല്ലാവർക്കും മറ്റേ വെള്ള റൈസ്, കുത്തിരിയേക്കാളും എല്ലാവർക്കും ഇഷ്ടം വെള്ള റൈസാണ്. അപ്പം ഇങ്ങനെ എല്ലാ കറിയും ഇട്ട് അതിന് കൊതി വിടരുത്. പൊന്നിയരി എല്ലാത്തിൽ നിന്നും ഇങ്ങനെ കുറച്ചെടുത്ത് ഉപ്പേരിയിട്ട് ഇങ്ങനെ വെച്ച് സോ ഇത് നമ്മുടെ ബോളിയും പാൽപ്പായസവുമാണ്. ഞാൻ വലിയ ബോളി ഫാൻ അല്ല, പക്ഷേ അതുകൊണ്ടാണ് ഗ്ലാസ്സിലെടുത്തത്. അല്ലെങ്കിൽ ഇങ്ങോട്ട് തന്നെ നേരിട്ടാണോ ഒഴിക്കേണ്ടത്. പക്ഷെ ഞാൻ ഇച്ചിരി കഴിച്ച് നോക്കിയിട്ട് ബാക്കി ഗ്ലാസ്സിൽ തന്നെ കുടിക്കുകയുള്ളൂ. ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടാണല്ലോ കഴിക്കേണ്ടത്. നല്ല പായസം. അങ്ങനെ നമ്മൾ സദ്യയും കഴിച്ച് മധുരവും കഴിച്ച് പിറന്നാൾ സദ്യ ഇവിടെ അവസാനിപ്പിച്ചു. വയറ് നിറച്ച് ഫുഡ് കഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ചിന്നൂസേ? ഓക്കെ, അപ്പം ഞങ്ങൾ പയ്യനി ഉറങ്ങാൻ പോവാണ്. ചിന്നൂസിനെയും അമ്മയുടെയും നടുക്ക് കെട്ടിപ്പിടിച്ച് ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. ഉച്ച ഉറക്കം. അതെ, അതാണ് എൻ്റെ ഇതിലും വലിയ സന്തോഷം ഒന്നും അറിയില്ലല്ലോ. ഇവർ രണ്ടുപേരുടെ നടുക്ക് കിടന്ന് ഞാൻ സുഖമായി ഉറങ്ങാൻ പോവാണ്. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ വ്ളോഗ്. ബാക്കി ഇനിയുള്ളത് ഇതുപോലെ തന്നെ വീണ്ടും ഇതിലേക്ക് ഉറക്കണീക്കുക, തിന്നുക, അങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ടാറ്റാ. പുതിയ വ്ളോഗായിട്ട് ഞങ്ങൾ പിന്നെ വരാം. ടാറ്റാ.